കേരളത്തിലെ കപട പുരോഗമന സ്ത്രീപക്ഷവാദികൾക്ക് അവർ സ്വയം ചിന്തിക്കണം. നിങ്ങൾ ആ 28,000 സ്ത്രീകളുണ്ട് ആശാവർക്കർമാരായിട്ട്. അവരുടെ ഒരു ആവശ്യം ഇവിടെ വരുന്ന സമയത്ത് എവിടെ പോയി ഈ സ്ത്രീപക്ഷവാദികൾ എന്നുള്ള കാര്യം ആലോചിക്കണം. ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് കുറെ സംസാരിക്കുന്നതൊന്നും അല്ല. ഇറങ്ങി മണ്ണിലോട്ടിറങ്ങ്, നിങ്ങൾക്ക് സ്ത്രീകളെ കാണാം. അവർ യഥാർത്ഥം അവിടെ നിൽക്കുക, അതാരും കാണുന്നില്ല, ആർക്കും കാണാൻ താല്പര്യമില്ല. ഞാൻ അവരോട് തമാശ രൂപേണ പറഞ്ഞതാ, നിങ്ങളിവിടെ കിടന്ന് നിരാഹാരം കിടന്നാൽ നിങ്ങളുടെ ആരോഗ്യം പോകും. നിങ്ങളിവിടെ കിടന്ന് എത്ര നശിച്ചാൽ ഇതൊന്നും ഇവിടുത്തെ ഗവൺമെൻറ് കാണാൻ പോകുന്നില്ല. അവന് തടസ്സം ഉണ്ടാവണം, അധികാര കസേരയിലിരിക്കുന്ന ഒരുവന് തടസ്സം ഉണ്ടാവണം. അപ്പോൾ മാത്രമേ അവൻ്റെ തടസ്സം മാറ്റാൻ അവൻ മുന്നിട്ട് വരൂ. അങ്ങനല്ലേ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുത്തന് സൈഡിൽ നമ്മളെ ഒന്നും ചെയ്യാത്തൊരു സൈഡിൽ കിടക്കുക, അവനവിടെ കിടന്ന് ചത്തോട്ടേന്നേ വിചാരിക്കൂ. ഇങ്ങനെ ഭയങ്കര ഫാസിസ്റ്റുകളായിരുന്നു നമ്മളെ ബ്രിട്ടീഷുകാർ. ഗാന്ധി സമരം ചെയ്യാൻ വേണ്ടി ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടന്നപ്പോഴത്തേക്ക് വണ്ടി നിർത്തിയിട്ടു. അവരാമാന്യത കാണിച്ചു. ഈ ഗവൺമെൻറ് അത് കാണിക്കത്തില്ല. ഇതുങ്ങൾ ഈ ഇപ്പം നാളെ മന്ത്രിമാരുടെ വാഹനത്തിൻ്റെ മുന്നിൽ ഇവർ പോയി കിടന്നാൽ പോലീസുകാരെ കൊണ്ട് അടുപ്പിക്കുകയോ വണ്ടി കയറ്റി ഇറക്കട്ടെ എന്ന് ചിന്തിച്ചു പോകും. ബ്രിട്ടൻ ഇത് ചെയ്തില്ല. ബ്രിട്ടൻ ചെയ്തിരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സമരത്തിൽ ഗാന്ധി തീർന്നേനെ. അപ്പോൾ ആ മനോഭാവം പോലുമില്ല. നമ്മൾ ആർക്കെതിരെയോ ഒരു കാലത്ത് പോരാടി നമ്മളിവിടെ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ട് ഇന്ന് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ അതിനെക്കാട്ടിയും വലിയ ഫാസിസ്റ്റായിട്ട് കണ്ടുകൊണ്ട് ഒരുപറ്റം ജനങ്ങൾ സമരം ചെയ്യുക. അവർ പറഞ്ഞു അവർക്ക് ഒരു ദിവസം 10,000 രൂപ എന്ന് പറഞ്ഞോ, അവർക്ക് ആഡംബരമായിട്ട് ജീവിക്കാനാണെന്ന് പറഞ്ഞോ, അവർക്ക് ലക്ഷറി കാർ വാങ്ങാനാണെന്ന് പറഞ്ഞോ, അവർക്ക് ആഡംബര വാഹനങ്ങൾ നിർമ്മിക്കാനാണെന്ന് പറഞ്ഞോ, ഒന്നും പറഞ്ഞില്ല. ജീവിക്കാനാണെന്ന് 500 രൂപ എന്ന് പറയുന്നത് ഒരു ദിവസം അവൻ്റെ ജീവിക്കാനുള്ള പണമാണ്. അതാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം കേൾക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനാണോ? ഭരണാധികാരി മാറ്റി വയ്ക്കും. മനുഷ്യനാണോ? നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരുവന്റെ വേദന കണ്ടിട്ട് നമുക്ക് വേദന തോന്നിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇവരുടെ ആ മുട്ടയടിച്ച അമ്മയുടെ അത് കണ്ടപ്പം എനിക്ക് തോന്നിയ വേദനയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അല്ലാതെ അഖിൽമാരാർക്ക് ഇനി ഇത് ഇവിടെ വന്ന് നിന്നിട്ട് പ്രത്യേകിച്ച് ഞാൻ അത്യാവശ്യം വിഷയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ നിറഞ്ഞിരിക്കുന്ന ആളാണ്. എനിക്ക് ഇതിന് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ആരും അറിയാതെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷേ ഇത് ആൾക്കാർ അറിയണം. കാര്യം നമ്മളിലൂടെ ആൾക്കാർ അറിയുമ്പോഴേ ഇവരുടെ വേദന ആൾക്കാർ അറിയൂ. അങ്ങനെ അറിയും, കാണുമ്പോൾ മാത്രമേ അതിന് പ്രതിപക്ഷ പാർട്ടികൾക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രയോജനം ഉണ്ടാവും. ഈ അമ്പലവും പള്ളികളും ഒക്കെ പണിയാൻ നടക്കുന്നതിനെക്കാട്ടിയും പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യനെന്ന് ആലോചിക്കണം. ഇപ്പം BJP എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ. BJPക്ക് ഇവിടെ ശബരിമലയ്ക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി BJP പോകാറില്ലേ? എന്താ പാവങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങാത്തത്? മനുഷ്യന്റെ പ്രശ്നം എന്താ മുൻഗണന കൊടുക്കാത്തത്? ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിന് കൊടുക്ക്. മനുഷ്യനെ ദൈവത്തെക്കാട്ടിയും വലുതല്ലല്ലോ ദൈവത്തെക്കാട്ടിയും വലുതല്ലേ മനുഷ്യൻ? ദൈവങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ്, മതങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ്, മനുഷ്യനെ സംരക്ഷിക്കാൻ ആരുമില്ല. അല്ലാതെ ഇതിൽ എന്ത് പറയാം?